അസമിലെ BDC തെരഞ്ഞെടുപ്പിൽ BJP സഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് BPF ഭരണം തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. 40 സീറ്റുകളിൽ 28 സീറ്റ് നേടിയാണ് BPF നിർണായക വിജയം നേടിയത്. ഹഗ്രാമ മെഹലാരിയുടെ നേതൃത്വത്തിലാണ് BPF തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 17 സീറ്റായിരുന്നു BPF നേടിയത്. 2016 ശേഷമുള്ള അസമിലെ ഒരു തിരഞ്ഞെടുപ്പിലെ BJPയുടെ ഏറ്റവും മോശം പ്രകടനമാണിത്. 2020 മുതൽ ഭരണസഖ്യത്തിലുള്ള BJPക്ക് തിരഞ്ഞെടുപ്പിൽ 5 സീറ്റ് മാത്രമാണ് നേടാനായത്. BJPയുടെ സഖ്യകക്ഷിയായ യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറൽ 7 സീറ്റും നേടിയിട്ടുണ്ടായിരുന്നു. അതേസമയം 6 മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസമിൽ BJPക്ക് നേരിട്ട തിരിച്ചടി വലിയ ചർച്ചയായിരിക്കുകയാണ്. 2020 തിരഞ്ഞെടുപ്പിൽ UPPL-ഉം BJPയും സഖ്യം ചേർന്ന് കൗൺസിൽ ഭരണം പിടിച്ചിരുന്നു. UPPL-ന്റെ അധ്യക്ഷനായ പ്രമോദ് ബോറോയാണ് ചീഫ് എക്സിക്യൂട്ടീവായി അന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നത്. 6ാം ഷെഡ്യൂൾ ഉറപ്പു നൽകുന്ന സ്വയം ഭരണ കൗൺസിലിന്റേതാണ് സെപ്റ്റംബർ 26-ന് വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒക്ടോബർ 3-ന് നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ ഹഗ്രാമ മെഹലാരിയുടെ സത്യപ്രതിജ്ഞ ചെയ്യും. BTCയിലെ ജനങ്ങളോടുള്ള UPL-ന്റെ അവഗണനയാണ് തിരഞ്ഞെടുപ്പിനെ ഫലത്തിലൂടെ വ്യക്തമായതെന്ന് മെഹലാരി പറഞ്ഞു. ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ നിരാകരിച്ചെന്ന് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും വ്യക്തമായെന്ന് TMC നേതാവ് സുഷ്മിത ദേവ് പ്രതികരിച്ചു.